Hello dears, welcome to Edu's BEd classes. Today we are going to deal with some more yogasanas. Yes, in the previous classes we were discussing about some yogasanas which are very helpful to our well-being. And this is a chapter from the course Yoga, Health and Physical Education. So let's see some more useful yogasanas in this class. Lying down poses introduces introduction. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് പൊസിഷൻസ് ആണ്. ഇരുന്നിട്ടും നിന്നിട്ടും ചെയ്യാവുന്ന യോഗാസനാസ് ആണ്. ഇനി ഇപ്പോ കുറച്ചും കൂടെ, അതായത് ലൈങ് ഡൗൺ പോസസ് എന്തൊക്കെയാണ്, കുറച്ച് കിടന്നിട്ടുള്ള പോസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ ലൈങ് ഓൺ സ്റ്റൊമക് ഓർ ബാക്ക്. ഇപ്പൊ ലൈങ് ഡൗൺ പോസസ് പറഞ്ഞു വെച്ചാൽ അതെങ്ങനെയാ ചെയ്യുന്നത്? ഒന്നുകിൽ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ബാക്ക്, കമിഴ്ന്ന് കിടന്നിട്ടോ മലർന്ന് കിടന്നിട്ടോ ആണ് ചെയ്യുന്നത്. സ്ട്രെങ്തൻസ് ബാക്ക് ആൻഡ് കോർ, അല്ലെ? അതെന്തിനാണ്? നമ്മുടെ ബാക്കിനെ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഈ യോഗാസനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇംപ്രൂവ്സ് ഡൈജഷൻ കൂട്ടും. ഓക്കെ, റിലാക്സസ് നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റം, അല്ലെ? അതായത് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു വെച്ചാൽ നാഡീ വ്യവസ്ഥ, അതിനെ റിലാക്സ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് ശലഭാസന. And the Salabhasana is also known as locust pose. Lie down, the Salabhasana എങ്ങനെയാണ് ചെയ്യാന്ന് കാണാനുണ്ടല്ലോ, അല്ലെ? ലൈ ഓൺ സ്റ്റൊമക്, അല്ലെ? കമിഴ്ന്ന് കിടന്നിട്ടാണ്. പ്ലേസ് ആംസ് ബിസൈഡ് ബോഡി, രണ്ട് കൈയും ശരീരത്തിന്റെ രണ്ട് ഇരുവശത്തായിട്ട് വെക്കുക. ലിഫ്റ്റ് ലെഗ്സ് ആൻഡ് ഹെഡ്, അല്ലെ? അതേസമയം വയറിന്റെ മുകളിൽ കടന്നിട്ട് കാലും തലയും ഒരേ സമയം പൊന്തിക്കുക. റെസ്റ്റ് ഓൺ ബെല്ലി ആൻഡ് റിബ്സ്. ബ്രീത്ത് നോർമലി. ഓക്കെ, സോ ദിസ് ഇസ് ശലഭാസന. ശലഭം പോലെ, അതായത് രണ്ട് ഭാഗവും ഇങ്ങനെ ഉയർന്നിട്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ശലഭാസന എന്തൊക്കെയാണത്? സ്ട്രെങ്തൻസ് ലോവർ ബാക്ക്, അല്ലെ? ബാക്ക് ഹിപ്പൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. ടോൺസ് ലെഗ് മസിൽസ്, കാലിലെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആവും. ദെൻ സ്റ്റിമുലേറ്റ്സ് അബ്ഡോമിനൽ ഓർഗൻസ്, അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള ഓർഗൻസ്, വയറിന്റെ ഉള്ളിലുള്ള ഓർഗൻസിനെയൊക്കെ ഹെൽത്തി ആക്കും. ഇംപ്രൂവ്സ് ഡൈജഷൻ, ഇൻക്രീസ് എൻട്രൻസ്, അല്ലെ? പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ റിപ്പീറ്റ് ദ പോസ്ചർ, അതായത് ഒരു യോഗാസനം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് പോരുകയല്ല ചെയ്യുക. റിപ്പീറ്റ് ദ പോസ്ചർ 2 or 3 times. സ്ട്രെങ്തൻസ് ബാക്ക് ആൻഡ് അബ്ഡോമൻ മസിൽസ്. ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ, അല്ലെ? ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. ബൂസ്റ്റ് ദ നെർവസ് സിസ്റ്റം, എൻഹാൻസസ് ഡൈജഷൻ ആൻഡ് റിലീസ് ഗ്യാസ്. ദെൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്ട്രെങ്തൻസ് സൈക്രൽ ആൻഡ് ലിംബർ സ്പൈൻ ഏരിയാസ്, അതായത് നമ്മുടെ സ്പൈനിന്റെ നട്ടെല്ലിന്റെ ഇരുവശവും സ്ട്രെങ്തൻ ആക്കുന്നു. ബെനിഫിറ്റ്സ് ബ്ലാഡർ ആൻഡ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, അല്ലെ? ബ്ലാഡർ, അതായത് യൂറിനറി ബ്ലാഡറും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലൊക്കെ കൂടുതൽ സ്ട്രോങ് ആവുന്നു. അതായത് എപ്പോഴും മൂത്രം പോകുന്ന അസുഖമുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ആ ബ്ലാഡർ മസിലൊക്കെ സ്ട്രോങ് ആക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഫാറ്റ് ബേണിംഗ് ആൻഡ് വെയിറ്റ് ലോസ്, അല്ലെ? ഫാറ്റ് ബേണിങ്ങിനും അതുപോലെ വെയിറ്റ് ലോസിനും, അല്ലെ? തടി കുറയ്ക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്ട്രെങ്തൻസ് നെക്ക് മസിൽസ് ആൻഡ് ജോയിന്റ്സ്, അതുപോലെ തല ഇങ്ങനെ പൊന്തിക്കുന്നതിലൂടെ നെക്ക് മസിൽസും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആവുന്നുണ്ട്. ഹെൽപ്സ് ഇൻ മെൻസ്ട്രൽ പ്രോബ്ലംസ്, മെൻസ്ട്രേഷൻ റെഗുലർ അല്ലാത്ത ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് അത് റെഗുലർ ആവാനായിട്ട്. ദെൻ നെക്സ്റ്റ് ധനുരാസന. കണ്ടോ, ധനുരാസനയുടെ പോസ് നോക്കി നോക്കൂ. ഓക്കെ, ഇറ്റ്സ് ഓൾസോ a lying posture. Lie on your stomach with feet apart, അല്ലെ? കാലിങ്ങനെ പിടിച്ചിട്ട് ആദ്യം നമ്മൾ കമിഴ്ന്ന് കിടക്കുക. ഓക്കെ, സ്റ്റൊമക്കിൽ. കീപ് ആംസ് ബൈ ദ സൈഡ്, അല്ലെ? രണ്ട് വശത്തും കൈ വെക്കുക. ബെൻഡ് നീസ് സ്ലോലി, മുകളിലേക്ക് മുട്ടുയർത്തുക. റീച്ച് ഹാൻഡ്സ് ബാക്ക്വേർഡ് ടു ഗ്രാബ് ആങ്കിൾസ്, എന്നിട്ട് ആങ്കിളിന്റെ അവിടെ, ആങ്കിൾ പറഞ്ഞ എന്താണ്? ഉപ്പൂറ്റിയുടെ അവിടെ പിടിക്കുക. ഇൻഹേൽ ഡീപ്ലി. ഓക്കെ, ഇൻഹേൽ, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ദെൻ ലിഫ്റ്റ് യുവർ ചെസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്, അല്ലെ? നമ്മുടെ ചെസ്റ്റ്, മറ്റേ തല മാത്രം പൊക്കിയിരുന്നത്, ഇപ്പൊ ചെസ്റ്റും കൂടെ പൊന്തിക്കണം. പുൾ യുവർ ലെഗ്സ് ടുവേർഡ്സ് ദ ബാക്ക്, നമ്മുടെ കാലുകള് എന്ത് ചെയ്യുക? ബാക്കിലേക്ക് കൊണ്ടുവരാം, കൈ കൊണ്ട് പിടിച്ചിട്ട്. കീപ് യുവർ ഗെയ്സ് അഹെഡ്, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങോട്ടാ നോക്കേണ്ടത്? മുന്നോട്ട് നോക്കണം. ഹോൾഡ് ഫോർ 15 to 20 seconds. എക്സെയിൽ ആൻഡ് സ്ലോലി റിലീസ്. ഇപ്പോഴാണ് നമ്മൾ നേരത്തെ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്റ്റിമുലേറ്റ്സ് ഡൈജസ്റ്റീവ് ഓർഗൻസ്,
പ്രിവെന്റ്സ് ഗ്യാസ്, ബ്ലോട്ടിംഗ് ആൻഡ് IBS, അല്ലെ, ഇന്റസ്റ്റൈൻ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കുന്നു. ഇംപ്രൂവ്സ് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ കണ്ടില്ലേ, ആ പോസ് കണ്ടാൽ തന്നെ നമുക്കറിയാം. ഓക്കെ, സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി, നട്ടലിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നുണ്ട്. ദെൻ ഹെൽപ്സ് വിത്ത് ഹെർണിയേറ്റഡ് ആൻഡ് സ്ലിപ്ഡ് ഡിസ്ക്, അല്ലെ, ഹെർണിയ അങ്ങനത്തെ, അതുപോലെ തന്നെ സ്ലിപ്ഡ്, അല്ലെ, ഡിസ്ക് തെറ്റുക, അതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്ചറാണ്. സ്ട്രെങ്തൻസ് ലോവർ ബാക്ക് മസിൽസ്, അല്ലെ, അതായത് നമ്മുടെ ബാക്ക് മസിൽസ്, അവിടെ ഹിപ്പ് മസിൽസിനൊക്കെ വളരെയധികം സ്ട്രോങ് ആക്കുന്നുണ്ട്. ദെൻ ആക്ടിവേറ്റ്സ് അബ്ഡോമിനൽ മസിൽസ്, വയറിന്റെ അവിടുത്തെ മസിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആക്കുന്നുണ്ട്. സ്ട്രെങ്തൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സ്ട്രോങ് ആക്കുന്നു. ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ, ട്രെയിൻസ് ബ്രെയിൻ ടു മാനേജ് സ്ട്രെസ്, അല്ലെ, അതുപോലെ നമ്മുടെ ബ്രെയിനിനെ സ്ട്രെസ് മാനേജ്മെന്റിന് സഹായിക്കുന്നു. ഓക്കെ, അതായത് ഈ യോഗയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ബിസി ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പ്രാണായാമം അതുപോലത്തെ യോഗാസനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് റിലീവ്ഡ് ഫ്രം ദോസ് സ്ട്രെസ്സസ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. ദെൻ ഓപ്പൺ ചെസ്റ്റ് മസിൽസ്, ചെസ്റ്റ് മസിൽസും സ്ട്രോങ് ആവുന്നുണ്ട്. പിന്നെ പ്രിവെന്റ്സ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ലൈക്ക് ആസ്മ, ആസ്മ പോലുള്ള റെസ്പിറേറ്ററി പറഞ്ഞു വെച്ചാൽ എന്താണ്, ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതിനൊരു മരുന്നാണ് ധനുരാസന, അല്ലെ. ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പറ്റും. പ്രിവെന്റ്സ് കിഡ്നി പ്രോബ്ലംസ്, അല്ലെ, കിഡ്നി പ്രോബ്ലംസ് കുറയ്ക്കാൻ പറ്റും. ഇംപ്രൂവ്സ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. എൻഹാൻസസ് ലങ് ഫങ്ഷൻ, നമ്മുടെ ലങ്സ് കണ്ടില്ലേ, നല്ല അങ്ങനെ ഇൻഹെയിൽ എക്സെയിൽ ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചെസ്റ്റ് ഉയർന്നിട്ടാണ് ഇരിക്കുന്നത്. സോ ലങ്സിന് വളരെയധികം നല്ലതാണ്. സ്ട്രെങ്തൻസ് ബോഡി ഓർഗൻസ്. പിന്നെ നെക്സ്റ്റ് ആണ് മകരാസന. ഓക്കെ, മകരാസന പറഞ്ഞു വെച്ചാൽ ക്രൊക്കഡൈൽ ആണ് അത്ര മകര പറഞ്ഞു. അപ്പൊ ക്രൊക്കഡൈൽ പോസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ചിത്രമാണ് ഇതാ കാണുന്നത്. ലൈ ഓൺ യുവർ സ്റ്റൊമക്ക് വിത്ത് ലെഗ്സ് എപാർട്ട്. ഓക്കെ, ഹീൽസ് ഫേസ് ഈച്ച് അതർ, ടോസ് പോയിന്റ് ടുവേർഡ്. ഓക്കെ, കേട്ടോ, ഇങ്ങനെ ഹീൽസ് ഒന്നിച്ച് വെക്കാം. ഫോൾഡ് റൈറ്റ് ഹാൻഡ് ഓവർ ലെഫ്റ്റ് ഷോൾഡർ. ഓക്കെ, ആദ്യം ഷോൾഡറിന്റെ മുകളിൽ വെക്കാം. ഫോൾഡ് ലെഫ്റ്റ് ഹാൻഡ് ഓവർ റൈറ്റ് ഷോൾഡർ, തിരിച്ച് രണ്ടും കൂടെ. റെസ്റ്റ് ചിൻ അറ്റ് ദ ക്രോസിംഗ് ഓഫ് ആംസ്, അല്ലെ, രണ്ട് കൈയും ഇങ്ങനെ ഇവിടെ വെക്കാം. ഓക്കെ, സോ ദിസ് ഈസ് മകരാസന. റിമൂവ് ലെഫ്റ്റ് പാം ആൻഡ് അൺഫോൾഡ് ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, അപ്പം ലെഫ്റ്റ് പാം അവിടുന്ന് മാറ്റുക ആൻഡ് അൺഫോൾഡ് ലെഫ്റ്റ് ഹാൻഡ്, അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് എന്താണ് നമ്മൾ തുറക്കുക, അതായത് മുറുകെ പിടിച്ചിട്ടുള്ളത് തുറക്കാം. റിമൂവ് റൈറ്റ് പാം ആൻഡ് അൺഫോൾഡ് റൈറ്റ് ഹാൻഡ്, അതുപോലെ റൈറ്റ് ഹാൻഡ് ചെയ്യാം. ബ്രിങ് ലെഗ്സ് ടുഗെദർ സ്ലോലി, കീപ് എൽബോസ് ടച്ചിങ് ദ ഗ്രൗണ്ട്, നോർമൽ ബ്രീതിങ് ത്രൂ ഔട്ട്. അങ്ങനെ ഇവിടെ വെക്കാം, ഇങ്ങനെ വെക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ പോസ്ചർ. മകരാസനയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റിലാക്സസ് ദി എൻറ്റയർ ബോഡി, ഹെൽപ്സ് റിലീവ് ടെൻഷൻ ആൻഡ് സ്ട്രെസ്, യൂസ്ഫുൾ ഫോർ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, BP, ഹൈ BP ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഹെൽപ്ഫുൾ ഫോർ ഇൻസോംനിയ, അതായത് ഉറക്കത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പ്രൊവൈഡ്സ് ഡീപ്പ് റിലാക്സേഷൻ. ദെൻ അർദ്ധ മത്സ്യേന്ദ്രാസന. ഓക്കെ, സോ ദിസ് ഇസ് ദ പോസ്ചർ, അർദ്ധ മത്സ്യേന്ദ്രാസന. അതിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. സിറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ യുവർ മാറ്റ്. ആദ്യം ചമ്രം പടിഞ്ഞിരിക്കുക, ക്രോസ് ലെഗ് ആയിട്ട്. പ്ലേസ് റൈറ്റ് ഹാൻഡ് ഓൺ ലെഫ്റ്റ് നീ. ഓക്കെ, ആദ്യം റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഇടത് കാൽമുട്ടിൽ വെക്കാം. ആൻഡ് ട്വിസ്റ്റ് ഓൾസോ. എന്നിട്ട് ഇവിടെ എന്താ പറയാ, നമ്മുടെ കാല് ട്വിസ്റ്റ് ചെയ്യുക. ആൻഡ് കീപ് ലെഫ്റ്റ് ഹാൻഡ് ഓൺ മാറ്റ് ബിഹൈൻഡ് ഹിപ്സ്. ലെഫ്റ്റ് ഹാൻഡ് അപ്പൊ എന്താണ്, നമ്മുടെ ഹിപ്പിന്റെ അടിയിൽ വെക്കുക. ഓക്കെ, അതിന്റെ മുകളിൽ ഇരിക്കുക, നമ്മുടെ ഹീലിന്റെ മുകളിൽ. ആൻഡ് ട്വിസ്റ്റ് ദ ബേസ് ഓഫ് ദ സ്പൈൻ. നമ്മൾ സ്പൈന് തിരിക്കുക, കേട്ടോ, മുഖം ഇങ്ങനെ തിരിച്ചു നോക്കുന്നത് കണ്ടില്ലേ. ഹോൾഡ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ആൻഡ് റിപ്പീറ്റ്. സോ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് അർദ്ധ മത്സ്യേന്ദ്രാസനയുടെ. ഇംപ്രൂവ് സ്പൈൻ എജിലിറ്റി. സ്പൈൻ, അല്ലെ, അതൊന്നും ഇങ്ങനെ തിരിയുന്നതിലൂടെ നമ്മുടെ സ്പൈനിന്റെ എബിലിറ്റി ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. റെസ്റ്റോഴ്സ് നാച്ചുറൽ സ്പൈൻ അലൈൻമെന്റ്, അല്ലെ, അതുപോലെ തന്നെ സ്പൈൻ അലൈൻമെന്റ് റിസ്റ്റോർ. അതായത് നമ്മൾ നടത്തത്തിലും ഇരുത്തത്തിലൂടെയൊക്കെ നമ്മുടെ സ്പൈൻ അലൈൻമെന്റ് തെറ്റിയിട്ടുണ്ടാവാം, അത് നേരെയാക്കുന്നു. റിലീവ്സ് ലോവർ ബാക്ക് പെയിൻ. ഓക്കെ,
ഈ നട്ടലിന്റെ അറ്റത്തുണ്ടാവുന്ന വേദനകളൊക്കെ ഇല്ലാതെയാക്കുന്നു. ഹെൽപ്സ് മാനേജ് സിയാറ്റിക്ക, അതല്ലെങ്കിൽ സിയാറ്റിക്ക എന്നുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആ നട്ടലിന്റെ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെയാവുന്നു. കാംസ് ദ മൈൻഡ് ആൻഡ് ഇംപ്രൂവ്സ് ഡൈജഷൻ. ഡൈജഷൻ ഇംപ്രൂവ്ഡ് ആവുന്നു. ദെൻ സ്റ്റെപ്സ് ഓഫ് വക്രാസന. വക്രാസനയാണ് അടുത്തത്. കണ്ടോ, ഇങ്ങനെയാണ് വക്രാസന. അതെങ്ങനെ തുടങ്ങുന്നത്? എന്തും തുടങ്ങുന്നത് സിറ്റ് വിത്ത് ലെഗ് സ്ട്രെച്ച്ഡ് ഔട്ട്, അല്ലെ, കാലുകൾ അകത്തിയാണ് ഇരിക്കുന്നത്. ബെൻഡ് ലെഫ്റ്റ് ലെഗ് ആൻഡ് പ്ലേസ് സോൾ ഓൺ ദ ഗ്രൗണ്ട്. ലെഫ്റ്റ് ലെഗ് കുറച്ച് മുട്ടു കണ്ടോ ഉയർത്തിയിട്ട് സോൾ, അല്ലെ, ആ ഫീറ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെ തറയില് പാദങ്ങൾ നിലത്ത് ഉറപ്പിച്ചിരിക്കുക. ട്വിസ്റ്റ് ഓൾസോ ആൻഡ് പ്ലേസ് റൈറ്റ് ഹാൻഡ് ഓവർ ദ ലെഗ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് കുറച്ചിങ്ങനെ തിരിയ, റൈറ്റ് ഹാൻഡ് ഇവിടെ പാദങ്ങളിൽ വെക്കുക. ആൻഡ് പ്ലേസ് ലെഫ്റ്റ് ഹാൻഡ് ബിഹൈൻഡ് ഫോർ സപ്പോർട്ട്. ആ സമയത്ത് നമ്മൾ വീഴാതിരിക്കാൻ ഇടത് കൈ ബാക്കിലേക്ക് സപ്പോർട്ടിനായിട്ട് വെക്കാം. ഹോൾഡ് പൊസിഷൻ ഫോർ 30 സെക്കൻഡ്സ് ആൻഡ് റിപ്പീറ്റ്. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇംപ്രൂവ്സ് ബാക്ക് ആൻഡ് സ്പൈൻ കണ്ടീഷൻ. ഓക്കെ, സ്പൈനിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. റിലീവ്സ് ബാക്ക് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ്, അല്ലെ. ഇപ്പൊ ബാക്ക് പെയിനും അതുപോലെ സ്റ്റിഫ്നെസ്, അതായത് ചിലപ്പോൾ നമ്മളിങ്ങനെ അനങ്ങാതെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് എക്സസൈസ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ സ്റ്റിഫ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ സ്റ്റിഫ്നെസ് ഒക്കെ കളയാൻ ഇത് ഉപയോഗിക്കുന്നു. ഹെൽപ്ഫുൾ ഇൻ ട്രീറ്റിംഗ് ഡയബറ്റീസ്. ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ നല്ല ഒരു ആസനയാണ് വക്രാസന. സ്റ്റിമുലേറ്റ്സ് ഡൈജസ്റ്റീവ് ഓർഗൻസ്, റിലീസ് ടെൻഷൻ, ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു. ദെൻ ഉത്രാസന. ഓക്കെ, ഉത്രാസനെ കുറച്ച് ഫ്ലെക്സിബിൾ ആക്കാനാണ് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോൾഡ് ലെഗ്സ് അറ്റ് ദ നീസ് ആൻഡ് സിറ്റ് ഓൺ ഹീൽസ്, അല്ലെ. അതായത് മുട്ടുമടക്കി മുട്ടില് ഇരിക്കുക കേട്ടോ, മുട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ആദ്യം മുട്ടിൽ ഇരിക്കുക. ആൻഡ് സ്റ്റാൻഡ് ഓൺ നീസ്, മുട്ട് നിവർത്തി. പിന്നെ നമ്മൾ മുട്ടുകുത്തി നിൽക്കില്ലേ, അതുപോലെ നിൽക്കുക. ദെൻ ട്രങ്ക് വെർട്ടിക്കൽ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ബോഡി വെർട്ടിക്കൽ ആയിരിക്കണം. ദെൻ ബെൻഡ് ബാക്ക്വേർഡ്, അതൊക്കെ പിറകോട്ട് ചായ അല്ലെങ്കിൽ പിറകോട്ട് നമ്മൾ വളയുക. ആൻഡ് പ്ലേസ് പാംസ് ഓൺ ദ സോൾസ്, നമ്മുടെ കാൽപാദങ്ങളിൽ അല്ലെങ്കിൽ ഉപ്പൂറ്റിയിൽ നമ്മുടെ കൈകൾ വെക്കുക. ഹോൾഡ് പൊസിഷൻ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്, റിട്ടേൺ ടു അപ്രൈറ്റ് പൊസിഷൻ. ഒറ്റയടിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ പ്രാക്ടീസിലൂടെ നമുക്കിത് ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇംപ്രൂവ് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി. ഉറപ്പാണ് അല്ലെ, സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ആവും. ഹെൽപ്സ് വിത്ത് ബാക്ക് ഏക്സ് ആൻഡ് സിറ്റിയാട്ട. ഓക്കെ, ബാക്ക് ഏക്സും അതുപോലെ തന്നെ സിസ്റ്റിക്കൽ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെയാവും. ബൂസ്റ്റ് ഡൈജഷൻ ആൻഡ് മെറ്റാബോളിസം. ഡൈജഷൻ കൂടുന്നു. മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് ദഹിച്ച് അതിന്റെ എനർജി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് ഡൈജഷൻ എന്ന് പറയാം. അതൊക്കെ ഇംപ്രൂവ് ആവുന്നു. ഇംപ്രൂവ്സ് ബ്രീതിങ് ആൻഡ് ലങ് ഫങ്ഷൻ, അല്ലെ. ബ്രീതിങ്ങും ലങ് ഫങ്ഷൻസ് ഒക്കെ നോർമൽ ആവുന്നു. റിഡ്യൂസസ് ബെല്ലി ഫാറ്റ്, ബെല്ലി ഫാറ്റ് കുറയുന്നു. ഓക്കെ, വയറൊക്കെ കുറയാൻ നല്ലതാണ്. ദെൻ നെക്സ്റ്റ് വൃക്ഷാസന. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് വിത്ത് ഫീറ്റ്. ഓക്കെ, വൃക്ഷാസന മരം പോലെയാണ് കണ്ടോ. പോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഈ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്ന പോലത്തെ ഒരു പോസാണ്. ആൻഡ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് വിത്ത് ഫീറ്റ് 2 inches apart. അത് കാല് അകത്തി വെക്കാം. ദെൻ ഫോക്കസ് ഓൺ പോയിന്റ് ഹെഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മുൻപിലെ ഒരു പോയിന്റിലേക്ക്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാം. അതിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാം. നമ്മുടെ ദൃഷ്ടി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാം. ലിഫ്റ്റ് 1 foot ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ഇന്നർ തൈ, അല്ലെ. അതായത് നമ്മൾ തൊടയുടെ ഉൾഭാഗത്ത് ഒരു കാല് എടുത്തിട്ട് വെക്കുക, പാദങ്ങൾ അവിടെ വെക്കുക. ജോയിൻ പാംസ് ഇൻ പ്രയർ പൊസിഷൻ. കൈകൾ കൂപ്പ, അല്ലെ, പ്രയർ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ഹോൾഡ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ആൻഡ് സ്വിച്ച് ലെഗ്സ്. സ്വിച്ച് ലെഗ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ അതായത് സാവധാനം നമ്മൾ പഴയ പൊസിഷനിലേക്ക് എത്താം. പിന്നെ നമ്മൾ അടുത്ത കാലുകൊണ്ടും ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇംപ്രൂവ്സ് ബാലൻസ് ആൻഡ് സ്റ്റേബിലിറ്റി, സ്ട്രെങ്തൻസ് ലെഗ്സ് ആൻഡ് കോർ, അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിനും പ്രത്യേകിച്ച് കാലുകൾക്ക് വളരെ നല്ലതാണ്. എൻഹാൻസസ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കൂടാനും ഫോക്കസ് കൂടാനും, അല്ലെ. ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാണ് നമ്മളൊരു കാലില്. ആൻഡ് ഹെൽപ്സ് റെഡ്യൂസ് സ്ട്രെസ്, പ്രൊമോട്ട്സ് മെന്റൽ ക്ലാരിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ ബാലൻസിങ് ഒക്കെ കൂടും. നെക്സ്റ്റ് ഈസ്
ഉക്താസന. ഓക്കെ, ഉക്താസനയുടെ പോസ്റ്റർ ആണ് സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയാം. ചെയർ സിറ്റിംഗ്, കസേരയിൽ ഇരിക്കുന്ന പോലെ, വിത്തൗട്ട് ചെയർ. ഓക്കെ, സ്റ്റാൻഡ് സ്ട്രേറ്റ് വിത്ത് യുവർ ലെഗ്സ് അബൌട്ട് 1 foot അപ്പാർട്ട്. ഒരടി കാലകത്തി വെക്കുക. ഇൻഹെയിൽ ആൻഡ് സ്ട്രെച്ച് യുവർ ആംസ് സ്ട്രേറ്റ് ഫോർവേഡ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, കൈകൾ വിടർത്തുക. ഓക്കെ, മുന്നോട്ട് വെക്കുക. കീപ് യുവർ പാംസ് ഫേസിംഗ് ഡൗൺ. അങ്ങനെ കൈ പാംസ് അല്ലെ, പാംസ് പറഞ്ഞു വെച്ചാൽ കൈയുടെ ഉൾപ്പത്തി ഫേസ് ചെയ്തിട്ട് അല്ലെ, പരസ്പരം ഫേസ് ചെയ്ത രീതിയിലാക്കുക. എക്സൈൽ സ്ലോലി ആൻഡ് ബെൻഡ് യുവർ നീസ്. വീണ്ടും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ എന്താണ്, ആ സമയത്ത് നീസ് കാൽമുട്ടുകൾ നമ്മൾ പതുക്കെ ബെൻഡ് ചെയ്യുക, മുന്നോട്ട് ബെൻഡ് ചെയ്യുക, വളയ്ക്കുക. ട്രൈ ടു സിറ്റ് ആസ് ഇഫ് യു ആർ സിറ്റിംഗ് ഓൺ ആൻ ഇൻവിസിബിൾ ചെയർ. ചെയർ ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെയൊക്കെ എന്താണ് പനിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്, ചെയർ ഇല്ലാതെ ഇരിക്കുക. ഈ കോളേജിലൊക്കെ ഒരു ചെറിയ ടൈപ്പ് റാഗിങ്, ഫ്രഷേഴ്സ് പാർട്ടി ഒക്കെ ഉണ്ടാവും. അവിടെ ചില ആളുകൾക്ക് കൊടുക്കുന്ന ചില ടാസ്കുകളാണ് അതൊക്കെ. സപ്പോസ് ദർ ഇസ് എ ചെയർ ആൻഡ് സിറ്റ് ദെയർ ഫോർ 10 minutes എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് ഇരിക്കാം, കൈ മുകളിലേക്ക് പൊക്കണം. അത് എങ്ങനെയൊക്കെയാണ്? കീപ് യുവർ ഐസ് ലുക്കിംഗ് സ്ട്രെയിറ്റ് അഹെഡ് അല്ലെ, നമ്മൾ കണ്ണ് മുന്നോട്ടാണ് നോക്കേണ്ടത്. ബ്രീത്ത് നോർമലി വൈൽ ഹോൾഡിംഗ് ദ പോസ്. ബ്രീതിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ പോസ് ചെയ്യുമ്പോഴും കേട്ടോ. അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം മുട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല, റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സ്റ്റേ ഇൻ ദ പോസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. എക്സൈൽ ആൻഡ് സ്ലോലി റിലീസ് യുവർ ആർംസ് അല്ലെ. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് എടുത്ത് പതുക്കെ കൈകൾ റിലീസ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡ് ബാക്ക് അപ്പ് ഇൻ സ്ട്രെയിറ്റ് പൊസിഷൻ. എന്നിട്ട് പഴയ പൊസിഷനിലേക്ക് എത്തുക. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഉക്താസനയുടെ? സ്ട്രെങ്തൻസ് തൈ, കാഫ്, ആങ്കിൾ ആൻഡ് ഹിപ്പ് മസിൽസ് അല്ലെ. തൊട, അതുപോലെ തന്നെ ലിംബ് അല്ലെ, കാഫ് പറഞ്ഞ മുട്ടിന് താഴെയുള്ള ഭാഗം, ദെൻ ആങ്കിൾ, ഉപ്പൂറ്റി ആൻഡ് ഹിപ്പ് മസിൽസ് അല്ലെ, അതൊക്കെ സ്ട്രോങ് ആക്കുന്നു. സ്ട്രെച്ചസ് ദ ചെസ്റ്റ് ആൻഡ് ഷോൾഡേഴ്സ്. നമ്മൾ മുകളിലേക്കൊക്കെ പിടിക്കുന്നതിലൂടെ നമ്മുടെ ചെസ്റ്റ് അതുപോലെ ഷോൾഡർ ഒക്കെ സ്ട്രെച്ച്ഡ് ആവുന്നു. സ്റ്റിമുലേറ്റ്സ് ദ ഹാർട്ട് ആൻഡ് അബ്ഡോമിനൽ ഓർഗൻസ്. ഹാർട്ടിനെയും വയറിനുള്ളിലുള്ള ഓർഗൻസ് ഒക്കെ സ്റ്റിമുലേറ്റഡ് ആവുന്നു. റെഡ്യൂസസ് ഫ്ലാറ്റ് ഫിറ്റ് പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പരന്ന പാദങ്ങൾ ഉണ്ടാവും. നമ്മൾ ആ പാദങ്ങൾക്കടിയിൽ ഒരു കേർവ് ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് ബാലൻസ് ഉണ്ട് കിട്ടുന്നില്ല, പെട്ടെന്ന് വീഴുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ഇല്ലാതെ, ഫ്ലാറ്റ് ഫുട്ട് ഇല്ലാതെ ആക്കാനായിട്ട് ഉക്താസന നല്ലതാണ്. ഹെൽപ്സ് പീപ്പിൾ വിത്ത് നീ ഇഷ്യൂസ്. മുട്ട് സംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്ക് നല്ലൊരു എക്സസൈസ് ആണ് ഉക്താസന. ദെൻ നടരാജാസന. ഓക്കെ, നടരാജാസന എന്ന് പറഞ്ഞു വെച്ചാല് അതിന്റെ ഫോട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നടരാജാസന. അപ്പൊ അത് ചെയ്യേണ്ടത്, സ്റ്റാൻഡ് സ്ട്രെയിറ്റ് വിത്ത് ഫീറ്റ് ടുഗെദർ. ലിഫ്റ്റ് യുവർ റൈറ്റ് ലെഗ് ബാക്ക്വേർഡ് അല്ലെ, വലത്തെ കാല് ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഹോൾഡ് ദ റൈറ്റ് ആങ്കിൾ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. വലത്തെ കൈ കൊണ്ട് വലത്തെ ആങ്കിൾ, ഉപ്പൂറ്റി അല്ലെ പിടിക്കുക. ഉപ്പൂറ്റി അല്ല, ആങ്കിൾ പറഞ്ഞറിയില്ല, നമ്മൾ പാവസരൊക്കെ ഇടുന്ന ആ ഭാഗം തന്നെ, അവിടെ പിടിക്കുക. സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ആം ഫോർവേഡ്. ആ സമയത്ത് ലെഫ്റ്റ് ആം മുന്നോട്ട് കൊണ്ടുവരിക. ബാലൻസ് ഓൺ ദ ലെഫ്റ്റ് ലെഗ്. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ സ്റ്റേ ഇൻ ദ പോസ്റ്റർ ഫോർ 10 to 15 seconds. സ്ലോലി കം ബാക്ക് ടു സ്റ്റാൻഡിങ് പൊസിഷൻ. ഓക്കെ, ഏത് പൊസിഷനും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, അവസാനം സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് തന്നെ വരാം. ദെൻ നടരാജാസന. റിപ്പീറ്റ് ദ സെയിം സ്റ്റെപ്പ് വിത്ത് ദ ലെഫ്റ്റ് ലെഗ്. അപ്പൊ നമ്മൾ റൈറ്റ് ലെഗ് ആണ് ആദ്യം ചെയ്തത്, ബാക്കിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ മറ്റേ ലെഗ് കൊണ്ട് ചെയ്യാം. സ്വിച്ച് ലെഗ്സ് ആൻഡ് പെർഫോം 3 to 4 times. മെയിൻറ്റെയിൻ ബാലൻസ് വൈൽ ആൾട്ടർനേറ്റിംഗ് ലെഗ്സ്. അപ്പൊ നമ്മുടെ ബാലൻസ് കൂട്ടുന്നു. ബ്രീത്ത് നോർമലി, അതാണ് പരന്ന പാദങ്ങൾ അല്ലെ, ഫ്ലാറ്റ് ഫുട്ടിനൊക്കെ അത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് അവർ ബാലൻസ്. ബ്രീത്ത് നോർമലി ഡ്യൂറിംഗ് ദ പോസ്. റിലാക്സ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ റൗണ്ട്സ്. ദെൻ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് ബോഡി ബാലൻസ് ആൻഡ് പോസ്ചർ. നമ്മുടെ പോസ്ചർ അല്ലെ, അതായത് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ, അതുപോലെ പോസ്ചർ പറഞ്ഞ ചില ആളുകൾ വളഞ്ഞ് മടങ്ങിയിട്ടും അങ്ങനെ പല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി സ്ട്രെയിറ്റ് ആയിട്ടൊരു പോസ്ചർ നമുക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ നിൽക്കാനും നടക്കാനും ഒക്കെ നമ്മൾ പഠിക്കും. ആ ഒരു പോസ്ചർ ഉണ്ടാവും. ദെൻ ടോൺസ് ആൻഡ് സ്ട്രെങ്തൻസ് ലെഗ് മസിൽസ്. അതുപോലെ ലെഗ് മസിലിനെ സ്ട്രോങ് ആക്കും. ബെനിഫിറ്റ് സ്പൈൻ ആൻഡ് ഷോൾഡർ ജോയിന്റ്സ്. സ്പൈൻ അതുപോലെ തന്നെ ഷോൾഡർ ജോയിന്റ്സിനൊക്കെ ഗുണമാണ്. അതിന്റെയൊക്കെ ഫങ്ഷൻസ് ഇംപ്രൂവ് ആവും, സ്ട്രോങ് ആക്കും. റെഡ്യൂസ് മെന്റൽ സ്ട്രെസ്.
മെന്റൽ സ്ട്രെസ് കുറയ്ക്കും. എയ്ഡ്സ് ഇൻ വെയിറ്റിംഗ് ലോസ്, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആസന അല്ലെങ്കിൽ ഒരു യോഗ പ്രാക്ടീസ് ആണ് നടരാജാസന. നെക്സ്റ്റ് ഈസ് ത്രികോണാസന. അതായത് കണ്ടോ, അതാണ് അതിന്റെ ഒരു ത്രികോണം പോലെ, കണ്ടോ, ത്രികോണം പോലെ നമ്മൾ നിൽക്കണം. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് സ്പ്രെഡ് യുവർ ഫീറ്റ് അബൌട്ട് 4 feet apart. കാല് നന്നായിട്ട് അകത്തി വെക്കുക. ടേൺ യുവർ റൈറ്റ് ഫുട്ട് 90 degrees. Turn your right foot 90 degrees outward. അപ്പം എന്താണ് കേട്ടോ, ഇങ്ങനെ ഫുട്ട് അല്ലെങ്കിൽ പാദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, 90 degrees പുറത്തേക്കാക്കി വെക്കുക. ഓക്കെ, then turn your left foot slightly inward. മറ്റേ പാദങ്ങൾ കുറച്ച് ഇൻവേർഡ് ആക്കിയിട്ടാണ് വെക്കുന്നത്. Then align the heel of the right foot with arch of the left. ഓക്കെ, അപ്പം എന്താണ് നമ്മളിങ്ങനെ രണ്ടും ഏകദേശം ഒരേ ഇതിൽ വെക്കാം, അല്ലാതെ മുന്നോട്ട് പിന്നോട്ടൊന്നും ആവാൻ പാടില്ല. ഡിസ്ട്രിബ്യൂട്ട് ബോഡി വെയിറ്റ് ഈക്വലി ഓൺ ബോത്ത് ഫീറ്റ്. ഇൻഹേൽ ഡീപ്ലി ആൻഡ് സ്റ്റാർട്ട് ബെൻഡിങ് ടു ദ റൈറ്റ് ഫ്രം ദ വേസ്റ്റ്. റൈറ്റ് വലതുവശത്തേക്ക് നമ്മൾ എന്താണ് താഴെ അല്ലെങ്കിൽ എന്താ കുനിയ. കീപ് യുവർ വേസ്റ്റ് സ്ട്രെയിറ്റ് വൈൽ ബെൻഡിങ്. വേസ്റ്റ് നമ്മൾ കുനിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് അരക്കെട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം, അല്ലാതെ അല്ലെങ്കിൽ മുട്ടുവളയും. ഓക്കെ, സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ഹാൻഡ് അപ്വാർഡ്. ആ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് കേട്ടോ ഉയർത്തുക. ദെൻ ബ്രിങ് യുവർ റൈറ്റ് ഹാൻഡ് ഡൗൺ ടു ദ ചിൻ, ആങ്കിൾ ഓർ ഫ്ലോർ. ആ സമയത്ത് വലത് കൈ താഴെ ഫ്ലോറിലേക്ക് കൊണ്ടുവരാം. കീപ് ബോത്ത് ആംസ് ഇൻ വൺ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, രണ്ട് കൈകളും ഒരേ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കേട്ടോ, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴെ ഇങ്ങനെ പിടിക്കുക. കീപ് ദ ചെസ്റ്റ് ഓപ്പൺ ആൻഡ് പെൽവിസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ചെസ്റ്റ് ഓപ്പൺ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ടേൺ യുവർ ഹെഡ് ടു ലുക്ക് അറ്റ് ദ ലെഫ്റ്റ് പാം. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് പാം നോക്കുക, അതായത് ഉയർന്നിരിക്കുന്ന ആ കൈകളിലേക്ക് നമ്മൾ നോക്കുക. കണ്ടോ, ഇതാണ് പോസ്ചർ. Then stretch the body as much as possible. കൈകൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക. ബ്രീത്ത് ഡീപ്ലി ആൻഡ് സ്റ്റെഡിലി. എക്സേൽ ആൻഡ് റിട്ടേൺ ടു സ്റ്റാൻഡിംഗ് പൊസിഷൻ. എന്നിട്ട് വീണ്ടും പഴയ ആ പൊസിഷനിലേക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്തത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ തിരിച്ച് സ്റ്റാൻഡിംഗ് പൊസിഷനിലേക്ക് വരാം. അതാണ് ത്രികോണാസനം. അത് റിപ്പീറ്റ് ദ പോസ് ഓൺ ദ അതർ സൈഡ്. വീണ്ടും തിരിച്ച്, അതായത് ആദ്യം റൈറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്തത്, റൈറ്റ് ഹാൻഡ് ആണ് നമ്മൾ താഴ്ത്തിയതെങ്കിൽ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് നിലത്ത് മുട്ടിച്ച് റൈറ്റ് ഹാൻഡ് ഉയർത്തിയിട്ട് ചെയ്യാം. മേക്ക് ഷുവർ ദ ബോഡി ബെൻഡ് സൈഡ്വേസ്, നോട്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്. സൈഡിലേക്കാണ് ശരീരം വളയേണ്ടത്, കണ്ടോ, അല്ലാതെ മുന്നോട്ടോ ബാക്കിലോട്ടോ അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. Then keep the posture steady and balanced. അതായത് ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുക. സ്റ്റഡി, അതായത് മുട്ടൊന്നും വളയരുത്. റിലാക്സ് യുവർ ബോഡി വിത്ത് ഈച്ച് ബ്രീത്ത്. റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ഒക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ബ്രിങ് ആംസ് ഡൗൺ ആൻഡ് സ്ട്രെയിറ്റൻ ഫീറ്റ് ടു എൻഡ് ദ പോസ്. അങ്ങനെ എന്താണ് രണ്ട് കൈയും താഴ്ത്തുക, അതുപോലെ കാല് രണ്ടും സ്ട്രെയിറ്റൻ ആക്കുക. അങ്ങനെയാണ് പിന്നെ പതുക്കെ നിവരുക. സോ സ്റ്റാൻഡിംഗ് പൊസിഷനിലിട്ടിട്ട് ത്രികോണാസനത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സ്ട്രെങ്തൻസ് ലെഗ്സ്, knees, ankles, arms and chest. അല്ലെ, അതായത് നമ്മുടെ ankles, knees, chest എല്ലാം സ്ട്രോങ് ആക്കുന്നു. സ്ട്രെച്ചസ് ഹിപ്സ്, hamstrings, calves, spine and shoulders. ഓക്കെ, ഹിപ്സും hamstrings, calves, spine, shoulders ഒക്കെ സ്ട്രോങ് ആക്കുന്നു, സ്ട്രെച്ച്ഡ് ആക്കുന്നു. അതുവഴി നമ്മൾ ഫ്ലെക്സിബിൾ ആകുന്നു. ഇംപ്രൂവ്സ് ബോഡി ബാലൻസ് ആൻഡ് മെന്റൽ ഫോക്കസ്. അപ്പോൾ നമ്മുടെ ബോഡി, ശരീരവും മനസ്സിനെ ഏകോപിപ്പിക്കാൻ പറ്റുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഫോക്കസ്, കോൺസെൻട്രേഷൻ കിട്ടുന്നു. ഹെൽപ്സ് ഡൈജഷൻ ആൻഡ് റെഡ്യൂസസ് കോൺസ്റ്റിപ്പേഷൻ. ദഹനം കൂട്ടുന്നു, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നു. റെഡ്യൂസസ് കോൺസ്റ്റിപ്പേഷൻ അറിയാലോ അല്ലെ, അതായത് റെഡ്യൂസസ് ബാക്ക് പെയിൻ, സിയാറ്റിക്ക ആൻഡ് സ്ട്രെസ്. അതുപോലെ തന്നെ സിസ്റ്റിക്കൽ പ്രോബ്ലംസിനും സ്ട്രെസ്സിനും ബാക്ക് പെയിനും ഒക്കെ നല്ലൊരു മറുമരുന്നാണ് ത്രികോണാസനം. Then meditation.
ആസനാസ്. ഇനി നമ്മൾ ധ്യാനത്തെ പറ്റി, ധ്യാനം വളരെ നല്ലതാണ്, ഇറ്റ് ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ സഹായിക്കുന്ന കുറെ യോഗാസനങ്ങളുണ്ട്. എന്തൊക്കെയാണത്? മെഡിറ്റേഷൻ ആസനാസ് ഹെൽപ്പ് ഇൻ സിറ്റിംഗ് സ്റ്റിൽ വിതൗട്ട് മൂവ്മെന്റ്, അല്ലെ? അപ്പോ ഇത് മെഡിറ്റേഷൻ വളരെ എന്താണ് പറയാ, നമ്മൾ സൈലന്റ് ആയി വിതൗട്ട് മൂവ്മെന്റ് ആണ് മെഡിറ്റേഷൻ. ദേ അലോ ലോങ് സിറ്റിംഗ് വിതൗട്ട് ഡിസ്കംഫർട്ട്. ഒരുപാട് നേരം ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് മെഡിറ്റേഷനിലൂടെ പറ്റും. ഓക്കെ, മറ്റേ നമ്മൾ കുറെ നേരം ക്രോസ് ലെഗ്ഡ് ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് വേദനിക്കും. ഓക്കെ, പക്ഷെ ഇഫ് വി ആർ പ്രാക്ടീസിങ് മെഡിറ്റേഷൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, വി ക്യാൻ സിറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വിതൗട്ട് എനി ഡിസ്കംഫർട്ട്, കംഫർട്ടബിളി. ഓക്കെ, ദിസ് ആസനസ് കാം ദ മൈൻഡ് ആൻഡ് ബോഡി. മനസ്സിനെയും ശരീരത്തെയും കാമാക്കുന്നു, ശാന്തമാക്കുന്നു. They help focus during meditation. അപ്പോൾ ഫോക്കസ്, കോൺസെൻട്രേഷൻ കൂട്ടുന്നു. കോമൺ പോസസ് ഏതൊക്കെയാണ്? പത്മാസന, വജ്രാസന, സുഖാസന, സിദ്ധാസന. അതിൽ പത്മാസന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോട്ടസ് പോസ്, സിറ്റ് വിത്ത് ലെഗ് ക്രോസ്ഡ് ആൻഡ് ഫീറ്റ് ഓൺ ഓപ്പോസിറ്റ് ടൈസ്. കീപ് യുവർ സ്പൈൻ സ്ട്രെയിറ്റ്, അല്ലെ? നട്ടല് നിവർന്നിരിക്കുക. ഹാൻഡ്സ് റെസ്റ്റ് ഓൺ നീസ് ഇൻ മുദ്ര, അല്ലെ? കൈ ഒരു മുദ്രയിൽ പിടിച്ചിട്ട് നമ്മുടെ മുട്ടിന്റെ മുകളിൽ വെക്കുക. രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്തിട്ട്. Eyes closed and body relaxed. Helps improve focus and calmness. അപ്പോൾ കാംനെസ്, നമ്മൾ വളരെ ശാന്തതയും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. നെക്സ്റ്റ് വജ്രാസന. അതായത് വജ്രാസന ഏതൊക്കെയാണ്? അത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് ഹീൽസിന്റെ മുകളിൽ. Kneel down and sit on your heels. Keep spine erect and hands on the thighs. കണ്ടോ, സ്പൈൻ നിവർന്ന് വെക്കുക. കൈകൾ നമ്മുടെ thighs, തുടയിന്മേൽ വെക്കുക. Eyes closed. Breathe slowly. Good for digestion and meditation. Then Sukhasana. Sit with the legs crossed, spine straight. സ്പൈൻ നിവർന്നിരിക്കുക. ലെഗ്സ് ക്രോസ് ചെയ്തിട്ട്, ഓക്കെ, ക്രോസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്രം പടിഞ്ഞിട്ട്. വൺ ലെഗ് അണ്ടർ ദി അതർ, ഓക്കെ, ഒരു കാല് മറ്റേ കാലിന്റെ അടിയിലാക്കി വെക്കുക. ഹാൻഡ്സ് ഓൺ നീസ് ഇൻ മുദ്ര പൊസിഷൻ. ക്ലോസ് ഐസ് ആൻഡ് ബ്രീത്ത് ജെന്റ്ലി. യൂസ്ഡ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് ഡൈജഷൻ, reduces muscle tension and blood pressure, calms mind and body, helps pregnant women during childbirth. അതായത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യോഗാസനാണ് സുഖാസന. ഈസസ് മെൻസ്ട്രൽ ഡിസ്കംഫർട്ട്, അതായത് പെൽവിസ് അവിടെയൊക്കെ വളരെ കംഫർട്ടബിൾ ആക്കുന്നതിലൂടെ, അല്ലെങ്കിൽ എന്താ മസിൽസ് ഒക്കെ കുറച്ച് സ്മൂത്ത് ആക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഈ രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ, പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെ. ദെൻ റിലാക്സേഷൻ ആസനാസ് ഏതൊക്കെയാണ്? യൂസ്ഡ് ടു റിലാക്സ് ബോഡി ആൻഡ് മൈൻഡ്. റിലാക്സേഷൻ ആസനാസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും റിലാക്സ്ഡ് ആക്കാൻ, പേര് പോലെ തന്നെ. ദെൻ ആഫ്റ്റർ യോഗ ഓർ ഡ്യൂറിങ് ടയർഡ്നെസ്. ഇത് നമുക്ക് യോഗ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് നമ്മൾ ഇന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. എന്ത്? റിലാക്സേഷൻ ആസനാസ്. ഡ്യൂറിങ് ഈസി ബട്ട് നീഡ് പ്രാക്ടീസ്. ഹെൽപ്പ് ലുക്ക് ഈസി, വളരെ എളുപ്പ തോന്നും, പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഹെൽപ്പ് റിലീസസ് ടെൻഷൻ ഫ്രം മസിൽസ്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഓരോരോ പെയിനും, അല്ലെ, ഇവിടെയൊക്കെ എന്തൊക്കെയോ എടുത്തു പിടിച്ച പോലെയൊക്കെ തോന്നും. ഇങ്ങനെ ഒരു നമുക്ക് മസിൽസ് ഒക്കെ ഫീൽ ചെയ്യും. അതൊക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ. നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ അവസ്ഥ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിലെ മസിൽസ് ഒക്കെ അവിടെ ഇത് കൊളുത്തി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് മാറാൻ ഈ റിലാക്സേഷൻ ആസനാസ് നമുക്ക് യൂസ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഫോർ സ്പൈൻ ആൻഡ് ബാക്ക് മസിൽസ്. ഏതൊക്കെയാണത്? മകരാസന ആൻഡ് ശലഭാസന. നമ്മൾ നേരത്തെ പറഞ്ഞു അതൊക്കെ, അല്ലെ? അപ്പൊ അത് നമ്മൾ നോക്കുക. അത് റിലാക്സസ് സ്പൈൻ, അതുപോലെ ബാക്ക്, ബോത്ത് ലൈങ് ഓൺ സ്റ്റൊമക്, കമിഴ്ന്ന് കിടന്നിട്ടാണ് ചെയ്യുന്നത്. ഹെൽപ്പ് പോസ്ചർ ആൻഡ് ബാക്ക് പെയിൻ, അല്ലെ? അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു. യൂസ്ഫുൾ ഫോർ ഫുൾ റിലാക്സേഷൻ. ദെൻ ശവാസന കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ? അതായത് ശവം പോലെ കിടക്കുക. ലൈ ഫ്ലാറ്റ് ഓൺ ദ ബാക്ക്, അല്ലെ? അതായത് മലർന്ന് കിടക്കുക. സ്പ്രെഡ് ആംസ് ആൻഡ് ലെഗ്സ് സ്ലൈറ്റ്ലി, കൈയും കാലും പതുക്കെ സ്ട്രെച്ച് ചെയ്യുക. അഡ്ജസ്റ്റ് ബോഡി ടു കംഫർട്ട്. നമ്മൾ എങ്ങനെയാണ് കംഫർട്ടബിൾ? ചിലപ്പോൾ കാലൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഒരു മുറുകെ പിടിച്ചൊരു ഫീൽ വരും. അപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആവുന്ന രീതിയിൽ കാലുകൾ സ്ട്രെച്ച് ചെയ്യുക.
അഡ്ജസ്റ്റ് ബോഡി ടു കംഫർട്ട്. എയിം ഈസ് ഫുള്ളി ബോഡി റിലാക്സേഷൻ. അതായത് നമ്മൾ റിലാക്സേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് ഗോ ഫോർ ഓൾ ടെൻഷൻ. എല്ലാ ടെൻഷനും നമ്മൾ ഇല്ലാതെയാക്കാം. സ്ട്രെങ്തൻസ് ആൻഡ് ടോൺസ്, അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ദ ബോഡി. ബോഡിയെ നമ്മൾ സ്ട്രോങ് ആക്കുന്നു. റിലാക്സസ് മസിൽസ് ആൻഡ് ജോയിന്റ്സ്. മസിലും ജോയിന്റ്സ് ഒക്കെ റിലാക്സ്ഡ് ആവുന്നു. ഹെൽപ്സ് വിത്ത് സ്ട്രെസ് ആൻഡ് ടെൻഷൻ. ടെൻഷൻ ഇല്ലാതെയാവുന്നു. യൂസ്ഫുൾ ഫോർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹെഡേക്സ്. BP കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ BP-ക്കും BP ഉള്ള ആളുകൾക്കും ഹെഡേക്ക് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആണ്. ഇറ്റ്സ് ഇൻ ഡീപ്പ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അതായത് ധ്യാനം, ഓക്കെ, അതിന് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഈസ് മത്സ്യാസൻ, ദാറ്റ് ഈസ് ഫിഷ് പോസ്. സ്റ്റാർട്ടിങ് പത്മാസനം. പത്മാസനത്തിൽ ഇരിക്കുക, അല്ലെ, ചമറം പടിഞ്ഞ്. ഹാൻഡ്സ് ഓൺ ഫ്ലോർ ബിഹൈൻഡ് ഷോൾഡേഴ്സ്. അപ്പം ഷോൾഡറിന്റെ ബാക്കിലായിട്ട് കൈ ബാക്കിലേക്ക് കുത്തിപ്പിടിക്കുക. ദെൻ ലിഫ്റ്റ് ചെസ്റ്റ് ഹെഡ് ഓഫ് ഫ്ലോർ. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, നെഞ്ച് ഉയർത്തുക. പ്ലേസ് ഹെഡ് സെന്റർ ഓൺ ദ ഫ്ലോർ. പതുക്കെ തല നിലത്ത് മുട്ടിക്കുക. ബ്രീത്ത് നോർമലി ആൻഡ് റിലാക്സ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് മത്സ്യാസന. റിഫ്രഷസ് ബോഡി ആൻഡ് മൈൻഡ്. മൈൻഡിനെയും എല്ലാ യോഗാസനങ്ങളെ പോലെ തന്നെ മൈൻഡിനെയും ബോഡിയെയും റിലാക്സ്ഡ് ആക്കുന്നു. ഹെൽപ്സ് കൺട്രോൾ ഡയബറ്റീസ് ആൻഡ് ആസ്മ. എയ്ഡ്സ് ലങ് ഫങ്ഷൻ. അവോയ്ഡ് ഇഫ് യു ആർ ഹൈ BP ഓർ നെക്ക് പെയിൻ. BP അതുപോലെ നെക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. പതുക്കെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നെക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് it will be a great discomfort. Compliments സർവാംഗാസന. സർവാംഗാസനയുടെ കോംപ്ലിമെന്റ്. സർവാംഗാസന എന്താന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തെറാപ്യൂട്ടിക് യോഗ, അതായത് ചികിത്സയ്ക്ക് ഉള്ള നമ്മൾ പറഞ്ഞിപ്പോ ഡയബറ്റീസിനൊക്കെ നല്ലതാണ്. ഇനി ഒന്നും കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്തൊക്കെയാണ്, ഏതൊക്കെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു തെറാപ്പി ആയിട്ട് അല്ലെങ്കിൽ ചികിത്സയായിട്ട് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്. aimed to treat or relieve health problems. Each pose helps a specific condition. ഓരോ പോസിലും ഓരോരോ ഉപയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോരോ ഗുണങ്ങളുണ്ട്. ഇൻക്ലൂഡ് അപനാസന, ഹിപ്പ് സർക്കിൾ, സേതു ബന്ധനാസന. ഡൺ സ്ലോലി വിത്ത് കെയർ. അല്ലെ, ഇത് വളരെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. റെഗുലർ പ്രാക്ടീസ് ഗിവ്സ് ബെസ്റ്റ് റിസൾട്ട്സ്. എന്ന് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് വൺ അപനാസന. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലൈ ഓൺ ബാക്ക്. ഓക്കെ, പുൾ നീസ് ടു ചെസ്റ്റ്. ആണ് ചെസ്റ്റിലേക്ക് കാൽമുട്ടുകൾ കൊണ്ടുവരിക. ഹാൻഡ്സ് ഓൺ നീസ്. ലെഫ്റ്റ് കാൽമുട്ടുകളിൽ രണ്ട് കൈയും വയ്ക്കുക. ഇൻഹേൽ. ഓക്കെ, ദെൻ നീസ് എവേ. ഓക്കെ, എക്സേൽ നീസ് ഇൻ. അല്ലെ, അതായത് പറഞ്ഞ മുട്ട് ചെസ്റ്റിൽ നിന്ന് മാറുമ്പോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ക്ലോസ് ആവുമ്പോ ശ്വാസം പുറത്തേക്ക് വിടുക. 6 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, റോക്ക് സൈഡ് ടു സൈഡ് ടു ഈസ് ബാക്ക്. ഇങ്ങനെ നമ്മള് സ്പൈന് വളരെ റിലാക്സ്ഡ് ആവുന്നു. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് റിലീവ്സ് ബാക്ക് പെയിൻ, റിഡ്യൂസസ് ആൻസൈറ്റി ആൻഡ് ഹൈ BP, ഹെൽപ്സ് nerve and disc issues. ഓക്കെ, അപ്പോ ഡിസ്ക് ഇഷ്യൂസിനൊക്കെ നല്ലതാണ്. കാംസ് ദ ബോഡി ആൻഡ് മൈൻഡ്. സ്ട്രെച്ചസ് ലോവർ ബാക്ക് ആൻഡ് പെൽവിസ്. പെൽവിസിനും അതുപോലെ തന്നെ ലോവർ ബാക്ക്, ഹിപ്പ്, അതിനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആക്കാനും ഫങ്ഷൻസ് കൂട്ടാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഹിപ്പ് സർക്കിൾ. ഇതൊക്കെയാണ് സ്റ്റാൻഡ് വിത്ത് ഫീറ്റ് വൈഡർ ദാൻ ഷോൾഡേഴ്സ്. ഓക്കെ, ഫീറ്റ് വൈഡർ ദാൻ ഷോൾഡേഴ്സ്. ഫീറ്റിന് ഷോൾഡറിനേക്കാളും വൈഡർ ആക്കുക. ദെൻ നീ സ്ലൈറ്റ്ലി ബെൻഡ് ഹാൻഡ്സ് ഓൺ ഹിപ്സ്. മുട്ട് പതുക്കെ വളച്ച് കൈകൾ എവിടെയാണ്, ഹിപ്പിലേക്ക് വെക്കുക. റൊട്ടേറ്റ് ബോഡി ക്ലോക്ക് വൈസ്. അല്ലെ, ശരീരം എന്ത് ചെയ്യാം, അതായത് കൈകൾ ഹിപ്പിലാണ് വെക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ്, ബോഡി ക്ലോക്ക് വൈസ് ആയിട്ട്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലോക്ക് തിരിയുന്ന പോലെ ഈ ഒരു ആകൃതിയിൽ 6 പ്രാവശ്യം തിരിക്കാം. ദെൻ റൊട്ടേറ്റ് ആന്റി ക്ലോക്ക് വൈസ്, തിരിച്ചും 6 പ്രാവശ്യം. ബ്രീത്ത് ഡീപ്ലി ആൻഡ് എൻഗേജ് മസിൽസ്. ആ സമയത്ത് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യും. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ലൂസൻസ് ഹിപ്സ് ആൻഡ് ലോവർ ബാക്ക്, സ്ട്രെങ്തൻസ് കോർ ആൻഡ് വേസ്റ്റ്, ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നു.
reduces stress and tension. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ ഹിപ്പ് സർക്കിൾസ് ആർ വെരി ഗുഡ്. ദെൻ ഗുഡ് വാം അപ്പ് ഫോർ യോഗ. യോഗ ബിഗിൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു വാം അപ്പ് എക്സസൈസ് ആയിട്ട് ഹിപ്പ് സർക്കിൾസ് നമുക്ക് ഉപയോഗിക്കാം. ദെൻ സേതു ബന്ധാസന, ദാറ്റ് ഇസ് ബ്രിഡ്ജ് പോസ്. സേതു ബന്ധനം എന്നൊക്കെ പറഞ്ഞ ബ്രിഡ്ജ് എന്നാണ്. സോ ദാറ്റ് ഇസ് ബ്രിഡ്ജ് പോസ്. ലൈ ഓൺ ബാക്ക്, ബെൻഡ് നീസ്, മുട്ടുമടക്കുക. ആംസ് ബിസൈഡ് ബോഡി, കൈകൾ ശരീരത്തിന്റെ അടിയിൽ വെക്കുക. പാംസ് ഡൗൺ, ഓക്കെ, ഇങ്ങനെ, ഓക്കെ, പാം താഴേക്ക് ആക്കിയിട്ട്. ഇൻഹേൽ ആൻഡ് ലിഫ്റ്റ് ഹിപ്സ് അപ്പ്, ഓക്കെ, പതുക്കെ ഹിപ്പ് പൊന്തിക്കുക. പ്രസ് ഷോൾഡേഴ്സ്, ഓക്കെ, ഷോൾഡേഴ്സ് പ്രസ് ചെയ്യുക. ആൻഡ് ആംസ് ഇൻ ടു ഫ്ലോർ, ഷോൾഡറും കൈകളും ഫ്ലോറിലേക്ക് അമർത്തുക. ഹോൾഡ് ഫോർ 4 to 8 ബ്രീത്ത്സ്. എന്നിട്ട് 4 മുതൽ 8 വരെയുള്ള ശ്വാസം ഹോൾഡ് ചെയ്യാം പതുക്കെ. ദെൻ റിലീസ്. ഓക്കെ, ദെൻ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് സ്ട്രെങ്തൻ സ്പൈൻ ആൻഡ് ലോവർ ബോഡി, ബൂസ്റ്റ് എനർജി ആൻഡ് സർക്കുലേഷൻ, സ്റ്റിമുലേറ്റ്സ് എൻഡോക്രൈൻ, ഓക്കെ, എൻഡോക്രൈനൽ സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിലൂടെ കൂടുതൽ മെറ്റബോളിസം ഒക്കെ ഉണ്ടാവുന്നു. റിലീസ് ബാക്ക് പെയിൻ, റെഡ്യൂസസ് സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് ഡയബറ്റീസിന്, കുറെ ആളുകൾക്ക് ഉള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ്. ഡയബറ്റീസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ആസനാസ് എന്തൊക്കെയാണ്? പശ്ചിമോത്താസന, നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പശ്ചിമോത്താസന, ധനുരാസന, അർദ്ധ മത്സ്യേന്ദ്രാസന, ദെൻ ശവാസന, വക്രാസന. ദീസ് ആസനാസ് ആർ വെരി ഗുഡ് ഫോർ ഡയബറ്റീസ്. ദെൻ ബാക്ക് പെയിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആസനാസ് ആണ് ശലഭാസന, പശ്ചിമോത്താസന, ത്രികോണാസന, ഉസ്ത്രാസന. ആൻഡ് അതുപോലെ തന്നെ ഈ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മളുടെ ബാക്ക് പെയിൻ ഇല്ലാതാക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ആസനാസ് ഫോർ ഗ്യാസ് ആൻഡ് ബ്ലോട്ടിംഗ്, ഗ്യാസ്, അതായത് ഗ്യാസ്ട്രൽ ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള അത് റെഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് ആസനാസ് ആണ്. അപനാസന നമ്മൾ പഠിച്ചതാണ്, പശ്ചിമോത്താസന, ശലഭാസന. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം ഡൈജഷൻ കൂട്ടാനും, ഗ്യാസ് ഇഷ്യൂസ് മിക്കവാറും വരുന്നത് നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൊണ്ടാണ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് കൊണ്ടാണ്. അത് നേരെ കഴിഞ്ഞാൽ ഇഫ് ഡൈജഷൻ ഈസ് ഓക്കെ, then there won't be any gas troubles or gas issues in your body. Relax stomach muscles. Then obesity, അമിതവണ്ണം കുറയ്ക്കാനുള്ള ആസനകളാണ് അർദ്ധ മത്സ്യേന്ദ്രാസന, ത്രികോണാസന, പശ്ചിമോത്താസന, വജ്രാസന, പാദഹസ്താസന. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിന്റെ റെഫറൻസ് നമ്പർ ആണ് ബ്രാക്കറ്റിൽ പറയുന്നത്. ദെൻ ആസനാസ് ഫോർ ടെൻഷൻ ആൻഡ് സ്ട്രെസ്, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനുള്ള കുറച്ച് ആസനകളുടെ പേരാണ് സുഖാസന, പശ്ചിമോത്താസന, സേതുബന്ധാസന, ശവാസന, ത്രികോണാസന. ഓക്കെ, അപ്പൊ ഇത്രയും ആസനകൾ അല്ലെങ്കിൽ ഇത്രയും യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവുന്നു, അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആവുന്നു, ടെൻഷൻ ഫ്രീ ആവുന്നു. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, അതുപോലെ തെറാപ്യൂട്ടിക്കലുമാണ്, കുറെ അസുഖങ്ങൾക്കൊക്കെ ഭേദമാക്കാനായിട്ട് നമുക്ക് ഈ യോഗാസനങ്ങൾ ഉപയോഗിക്കാം. ദെൻ താങ്ക് യു. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി പറയാവുന്നതാണ്. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ തരാം, അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പറയായിരുന്നു, അങ്ങനെ പറയായിരുന്നു, അങ്ങനത്തെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ ലിസ്ണിംഗ് ടു ദ ക്ലാസ് പ്ലീസ് റീഡ് ദ ടെക്സ്റ്റ്. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. ഓക്കെ, ബൈ, താങ്ക് യു. Then